പ്രാണനേക്കാൾ അരികിലുള്ളതാ, ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ, ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ കാര്യമില്ല. കണ്ണിൻ മണി പോൽ നമ്മെ കരുതി ഉള്ളം കരത്തിൽ നമ്മെ വഹിച്ചു. തള്ളിക്കളയാതെ മാർവിൽ ചേർത്തു. സ്നേഹമാകും യേശുവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി 7-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എത്ര മനോഹരമായ ഒരു വചനഭാഗം. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ ഒന്ന് പാറമേൽ നിൽക്കുന്ന വീട് പോലത്തെ ഒരു വീടായിരിക്കണം. ദൈവത്തിന് പല സ്വപ്നങ്ങളുണ്ട് നമ്മളെക്കുറിച്ച്. അതിലൊരു സ്വപ്നമാണ് പാറമേലുള്ള വീട്. വേറൊരു സ്വപ്നമാണ് സങ്കീർത്തനം 1 കാണുന്നത്, ആറ്റിരിക്കത്തെ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ. അതൊക്കെ ദൈവത്തെ നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ്. അതുപോലെ ആയിരിക്കണം എൻ്റെ മക്കൾ. അതുപോലെ പറയുന്നൊരു വചനമാണ്, എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനമുള്ള ബുദ്ധിയുള്ള മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിനും അവന് തകർക്കാൻ കഴിയത്തില്ല. കാരണം അവൻ്റെ ഫൗണ്ടേഷൻ ഇളകുന്നതിനകത്തല്ല, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതും ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകാത്തതുമായ ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തിലാണ്. ആമേൻ. ഞാൻ നിങ്ങളെല്ലാവരെയും ഓർപ്പിക്കുന്നു, നിങ്ങൾ ദൈവവചനം കേൾക്കാനും വായിക്കാനും സമയം കണ്ടെത്തുകയും പ്രാധാന്യം കൊടുക്കുകയും ചെയ്യണം. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് ദൈവവചനത്തിലാണ്. എൻ്റെ വചനം കേൾക്കുന്നവൻ, സ്തോത്രം, ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ്. അങ്ങനെ വചനത്തെ നിൽക്കുന്നവരുടെ ജീവിതത്തിൽ വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. രക്ഷിക്കപ്പെടുന്നവനും രക്ഷിക്കപ്പെടാത്തവനും പ്രശ്നം ഒരുപോലെയാണ്. വചനത്തിൽ നിൽക്കുന്നവനും വചനത്തിൽ നിൽക്കാത്തവനും പ്രശ്നം ഒരുപോലെയാണ്. പക്ഷേ പ്രശ്നം വന്നു കഴിയുമ്പോൾ വചനത്തിൽ നിൽക്കുന്നവൻ അവിടെ നിൽക്കുകയും മറ്റു പലതിൽ ഉറയ്ക്കപ്പെടുന്നവൻ ഒഴുകിപ്പോവുകയും ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ. പ്രശ്നങ്ങളിൽ തകർന്നു പോകാതിരിക്കണമെങ്കിൽ ഉൾനട്ട ദൈവവചനം നിങ്ങളുടെ അകത്തുണ്ടാകണം. അതുകൊണ്ട് ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവ് എനിക്ക് വചനം തരണേ. എൻ്റെയും ഒരു പ്രാർത്ഥനയാണ്, കർത്താവെ പുതിയ ദൈവത്തിൻ്റെ ശബ്ദങ്ങൾ തരണേ, വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു തരണമേ. സ്തോത്രം. കാരണം നിലനിൽപ്പിനും വളർച്ചയ്ക്കും അമേൻ ഉറപ്പിനും നമുക്ക് ആവശ്യം ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ നിങ്ങളെ ഓർപ്പിച്ചല്ലോ, ദൈവത്തിൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള ചിത്രമാണ് പാറമേൽ നിൽക്കുന്നൊരു വീട്. എന്ത് പ്രശ്നം വന്നാലും നിങ്ങളെ ഏശരുത്, നിങ്ങൾ ഉറച്ചു നിൽക്കണം. മറ്റൊരു ചിത്രമാണ് അമേൻ യഹോവയാശ്രയങ്ങൾ കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം. ആ ചിത്രം പോലെ ഒന്നിനകത്തും ഇളകാതെ നിൽപ്പാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. അതിനൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇന്ന് ചെയ്യുന്ന പോലെ. ഈ വചനം കേട്ടിട്ടല്ലേ പലതും ചെയ്യുന്നേ, അതുപോലെ ഇതിനകത്തൊന്നും തൃപ്തരാകരുത്. വീണ്ടും വചനം കേൾക്കണം, വചനം വായിക്കണം. നിങ്ങളുടെ ഫ്രീ ടൈമും ഒക്കെ വചനം കേൾക്കാൻ തയ്യാറാകണം. കർത്താവിൻ്റെ വചനം നിങ്ങളെ ബലപ്പെടുത്തും, നിങ്ങളെ നിലനിർത്തും. പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു ഒരുക്ക് കോട്ട പോലെ നിൽക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിങ്ങൾ ഒരുക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
യേശുവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ വചനത്തിൽ അടിസ്ഥാനമിട്ടവരായി പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ മാറ്റണമേ. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. യേശു അവർ വചനത്തിൽ ഉറയ്ക്കപ്പെടട്ടെ, വചനത്തിൽ വേരൂന്നുന്നവരായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർക്കത്തെ വചനത്തിൽ അടിസ്ഥാനമുള്ളവരായി കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെയായി മാറട്ടെ. കർത്താവേ, അവർ ആറ്റുകത്ത് നട്ടിരിക്കുന്നതും ഇലവാടാത്തതും കർത്ത തക്കാലത്ത് ഫലം കായ്ക്കുന്നതും വൃക്ഷമായി വചനത്തിൽ ക്രിസ്തുവിൽ വേരുന്നുവെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, കൈ കൊടുത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുടുംബം നിലനിൽക്കട്ടെ, ഈ സഭ നിലനിൽക്കട്ടെ, ഈ വ്യക്തി നിലനിൽക്കട്ടെ. അതിനാവശ്യമായ വചനം അവർക്ക് ദിനംതോറും കൊടുക്കണമേ. കർത്താവ് അത് കൊടുത്ത് അവരെ അത്ഭുത വിഷയമാക്കുന്നതിനായിട്ട് സ്തോത്രം. ഇനിയുള്ള നാളുകളിൽ ഒരു പുതിയ അനുഭവമായി നീ അവരെ തീർക്കണമേ. ഒരു പുതിയ ദൈവപ്രവൃത്തിയുടെ വക്താക്കളാക്കി ദൈവരെ മാറ്റണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ ആഴം, തീവ്രമായ അനുഗ്രഹം അവരുടെ മേൽ കർത്താവ് പകരുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. വചനത്തെ വായിക്കാനും പ്രാർത്ഥിക്കാനും മറക്കല്ലേ. ഗോഡ് ബ്ലെസ് യു. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.